എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു മൊഡ്യൂൾ തുടങ്ങുകയാണ്. പ്രവൃത്തിയും ശക്തിയും ഊർജ്ജ പരിവർത്തനവും എന്നുള്ള മൊഡ്യൂളാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. ഈ മൊഡ്യൂളിൽ നമുക്ക് 4 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. 5ാം ക്ലാസ്സിലെ 5ാം അധ്യായവും, 5ാം ക്ലാസ് സയൻസിലെ 5ാം അധ്യായവും, 6ാം ക്ലാസ് സയൻസിലെ 2ാം അധ്യായവും, അതുപോലെ 10ാം ക്ലാസ്സിലെ 5, 6, 10ാം ക്ലാസ് ഫിസിക്സിലെ 5, 6 അധ്യായങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററാണ് 5ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായം, അതുപോലെ 6ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. രണ്ടും ചെറിയ ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോയിൽ ഒതുക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്നും കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം, എൻ്റെ വീഡിയോസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ആദ്യം തന്നെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളെ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നത്, ഗ്യാസ് അടുപ്പിൻ്റെയും അതേപോലെ മണ്ണെണ്ണ സ്റ്റൗവിൻ്റെയും ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ചിത്രം ശ്രദ്ധിക്കൂ. ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില സംവിധാനങ്ങളാണ് ഇവ. അത് നമുക്കറിയുന്ന കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യാൻ ഏതെല്ലാം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? ഇത് നമ്മൾ ചെറിയ 5ാം ക്ലാസ് ലെവലാണ്. അപ്പോൾ ആ ഒരു ലെവലിലെ കുട്ടികളോട് എഴുതി നോക്കാനൊക്കെ പറയാണ്. നമുക്കത് എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വിറകടുപ്പിൽ താപം ലഭിക്കുന്നത് എങ്ങനെയാണ്? മണ്ണെണ്ണ സ്റ്റൗ, ഗ്യാസ് സ്റ്റൗ എന്നിവയിൽ താപം ലഭിക്കാൻ എന്താണ് കത്തിക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങളായിട്ട് ചോദിച്ചിരിക്കുകയാണ്. ചെറിയ കുട്ടികളല്ലേ, 5ാം ക്ലാസ് ലെവലിലെ ഇതാണ് ചാപ്റ്ററാണ്. അപ്പോൾ സിമ്പിളായിട്ടില്ല, അങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ഇന്ധനങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തുമ്പോൾ താപത്തെ പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ പാചകാവശ്യത്തിനുള്ള വിറക്, മണ്ണെണ്ണ, അതുപോലെ വാഹനം ഓടിക്കാൻ ഉപയോഗിക്കുന്ന ആവശ്യമായ പെട്രോള്, ഡീസൽ എന്നിവയൊക്കെ എന്താണ്? ഇന്ധനങ്ങളാണ്. വിറക്, കൽക്കരി എന്നിവ എന്താണ്? ഖര ഇന്ധനങ്ങളും. പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഡീസൽ, പെട്രോള്, മണ്ണെണ്ണ എന്നിവ ദ്രാവക ഇന്ധനങ്ങളും. LPG, CNG, ഹൈഡ്രജൻ എന്നിവ എന്താണ്? വാതക ഇന്ധനങ്ങളുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട, പഠിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇന്ധനങ്ങൾ എന്താണ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. പിന്നെ ഇന്ധനങ്ങൾക്ക് ഉദാഹരണം നമുക്കറിയാം. ഇനി ഇതിൽ ഖര ഇന്ധനങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന അടുത്ത ഏതൊക്കെയാണ്? ഖര ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് വിറക്, കൽക്കരി എന്നിവയൊക്കെ എന്താണ്? ഖര ഇന്ധനങ്ങളാണ്. വിറകും കൽക്കരിയാണ് എന്ത്? ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം. ഇനി നമ്മൾ ഈ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഡീസൽ, പെട്രോള്, മണ്ണെണ്ണ എന്നിവയൊക്കെ എന്താണ്? ദ്രാവക ഇന്ധനങ്ങളാണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്, ബേസിക് കാര്യമാണ്, ഒന്ന് പറയുന്നേ ഉള്ളൂ. ദ്രാവക ഇന്ധനങ്ങളാണ് എന്ത്? പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ എന്നിവയൊക്കെ. ഇനി വാതക ഇന്ധനങ്ങളാണ് എന്ത്? LPG, CNG, ഹൈഡ്രജൻ എന്നിവ എന്താണ്? വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളാണ്. ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തുമ്പോൾ താപം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ്. ഇതിൽ നമ്മൾ ഖര, ദ്രാവക, വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളും മനസ്സിലാക്കി. ഇനി വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് എന്ത്? ഏവിയേഷൻ ഫ്യൂവൽ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണ്? ഏവിയേഷൻ ഫ്യൂവൽ എന്നാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം അറിയപ്പെടുന്നത്. ജ്വലനം മൂലമാണ് എന്ത്? ഇന്ധനങ്ങൾ ഊർജ്ജം പുറത്തുവിടുന്നത്. ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തുവിടുന്നത് എന്ത് മൂലമാണ്? ജ്വലനം മൂലമാണ്. അതുകൊണ്ടെന്താണ്? ഇന്ധനങ്ങളെല്ലാം ഊർജ്ജ സ്രോതസ്സുകളാണ്. ജ്വലനം മൂലമാണ് ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തുവിടുന്നത്. അതിനാൽ എന്താണ്? എല്ലാ ഇന്ധനങ്ങളും ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇന്ധനങ്ങൾ എല്ലാം എന്താണ്? ഊർജ്ജ സ്രോതസ്സുകളാണ്. കാരണം ജ്വലനം മൂലമാണ് എന്ത്? ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരുന്നത്. ഇനി ആഹാരം എന്താണ്? ആഹാരം ഒരു ഊർജ്ജ സ്രോതസ്സാണ് എന്ന് നമുക്കറിയാം. കാരണം നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. ഇനി ഇന്ധനങ്ങൾ കത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ്. ഇവിടെ നമ്മൾ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഇവിടെ നോട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇന്ധനങ്ങൾ കത്താൻ വായു ആവശ്യമാണ്. ആ ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. ഇവിടെ നമുക്ക് പരീക്ഷണം ചെയ്ത് നോക്കാനാണ്. നമുക്ക് ഇവിടെയാണ് പോയിൻ്റ് വരുന്നത്. ഏതൊരു വസ്തു കത്താനും എന്താണ്? വായു ആവശ്യമാണ്. ഏത് വസ്തുവാണെങ്കിലും കത്താൻ എന്താണ്? വായു ആവശ്യമാണ്.
ഇന്ധനങ്ങൾക്കും എന്താണ് കത്താൻ വായു വേണം. ഏത് വസ്തുവാണെങ്കിലും കത്താൻ വായു ആവശ്യമാണ്. അപ്പോൾ ഇന്ധനങ്ങൾക്കും അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്, കത്താൻ വായു ആവശ്യമാണ്. വായുവിലെ ഓക്സിജനാണ് എന്ത് കത്താൻ സഹായിക്കുന്നത്. അപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ വായുവിലെ ഓക്സിജനാണ് എന്ത് കത്താനും സഹായിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു വസ്തു കത്താനും അതുപോലെ ഇന്ധനങ്ങൾ കത്താനൊക്കെ എന്താണ് വായു ആവശ്യമാണ്. അതിൻ്റെ കാരണം എന്താണ്, വായുവിലെ ഓക്സിജന് കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഇനി വായുവിലെ ഓക്സിജനുമായി ഇന്ധനങ്ങൾ വായുവിലെ ഓക്സിജനുമായി ചേർന്നിട്ടാണ് എന്ത് ഊർജ്ജം പുറത്തുവിടുന്നത്. ഇന്ധനങ്ങൾ എന്താണ് വായുവിലെ ഓക്സിജനുമായി ചേർന്നിട്ടാണ് എന്ത് ഊർജ്ജം പുറത്തുവിടുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആഹാരം ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് എന്ത് ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം ഉണ്ടാകുന്നത്. ശ്വസനത്തിലൂടെയാണ് എന്ത് ഓക്സിജൻ ശരീരത്തിലെത്തുന്നത്. നമ്മൾ ശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഓക്സിജൻ ശരീരത്തിലെത്തുന്നത്. ഈ ആഹാരം എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ്. എല്ലാം കത്താൻ എന്ത് വായു വേണം, കാരണം വായുവിലാണ് കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ ഉള്ളത്. അപ്പോൾ ഈ ഇന്ധനങ്ങളൊക്കെ വായുവിൽ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് കൊണ്ടാണ് എന്ത് ഊർജ്ജം പുറത്തുവിടുന്നത്. ഇനി ഇവിടെ വിറകടുപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മളോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും പഠിക്കാനല്ല, മനസ്സിലാക്കാനാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി. ആവശ്യത്തിൽ കൂടുതൽ വിറക് അടുപ്പിൽ കുത്തി നിറക്കിയത്. വായു സഞ്ചാരം ഉറപ്പാക്കണം. വിറക് ചെറിയ കഷ്ണങ്ങളാക്കി അടുപ്പിൽ വെക്കണം. വിറക് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണം. ദിവസവും അടുപ്പ് വൃത്തിയാക്കണം. മാസത്തിലൊരിക്കൽ പുകക്കുഴൽ വൃത്തിയാക്കണം. ജസ്റ്റ് ബേസിക് കൺസെപ്റ്റാണ്. അവിടെ നിന്നും നമുക്ക് പോയിന്റുകളായിട്ട് ഒന്നുമില്ല. ഇനി മെച്ചപ്പെട്ട അടുപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇന്ധനം പരമാവധി പ്രയോജനപ്പെടുത്തി താപം നൽകുന്ന അടുപ്പാണ് എന്ത് മെച്ചപ്പെട്ട അടുപ്പ്. വായു സഞ്ചാരം എന്തായിരിക്കണം സുഗമമാക്കണം. ഉണ്ടാവുന്ന ചൂട് മുഴുവൻ എന്ത് ചെയ്യണം പാത്രത്തിന് ലഭിക്കണം. അപ്പോൾ പാചകം എളുപ്പമാക്കാനും ഇന്ധനം ലാഭിക്കാനും എന്ത് ഇത് സഹായിക്കും. അതേപോലെ പുക ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനവും വേണം. മെച്ചപ്പെട്ട അടുപ്പിൻ്റെ വേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇനി പെരുകുന്ന വാഹനങ്ങളൊക്കെ പെരുകുമ്പോൾ എന്താണ് ഇന്ധന നഷ്ടം കൂടുതലാണ്. കൂടുതൽ വാഹനങ്ങൾ പെരുകുമ്പോൾ ഉണ്ടാകുന്നത്. ഇതുപോലെ പെട്രോളിയം റീഫൈനറിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ, പെട്രോൾ തുടങ്ങിയവ വേർതിരിക്കുന്നത്. ഇനി പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഈ ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ എന്നിവയൊക്കെ വേർതിരിക്കുന്നത് ഏത് പ്രക്രിയയിലാണ്? നമ്മൾ കെമിസ്ട്രീൻ്റെ മൊഡ്യൂളിൽ പഠിച്ചതാണ് അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷൽ ഡിസ്റ്റിലേഷൻ എന്നുള്ള പ്രക്രിയ വഴിയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് പെട്രോളിയത്തിൽ നിന്ന് ഈ മണ്ണെണ്ണ, പെട്രോൾ, ഡീസലൊക്കെ ശുദ്ധീകരിക്കുന്നത് അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്നത് അംശിക സ്വേദനം എന്നുള്ള പ്രക്രിയ വഴിയാണ്. ഇനി നോട്ട് ചെയ്യേണ്ടതാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, അതുപോലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത്. പെട്രോളിയം ഉണ്ടാകുന്നത് ഇതിൽ നിന്നാണ്? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽപ്പെട്ട് വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ് പെട്രോളിയം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പെട്രോളിയത്തെ ഫോസിൽ ഇന്ധനം എന്ന് പറയാൻ കാരണം. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് കൽക്കരി ഉണ്ടാകുന്നത്. കൽക്കരി ഉണ്ടാകുന്നത് സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ്. ഇവയാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് പെട്രോളിയവും കൽക്കരിയും. ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ്. അപ്പോൾ നമ്മൾ പെട്രോളിയം അതുപോലെ കൽക്കരിയൊക്കെ നമ്മൾ എടുക്കും തോറും കഴിയുന്ന സാധനമാണ്. നമ്മൾ ഉപയോഗിക്കും തോറും അത് കഴിയും. അത് വീണ്ടും നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം ഊർജ്ജ സ്രോതസ്സുകളെയാണ് നമ്മൾ പറയുന്നത് പാരമ്പര്യ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. ഇവ പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നു. ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇവ തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാറ്, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ്. കൂടാതെ കീടനാശിനികൾ, പ്ലാസ്റ്റിക്, ഔഷധങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്ന നിർമ്മാണത്തിന് പെട്രോളിയം ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീരുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീരുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്
പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. ഇതിന് ഉദാഹരണമാണ് പെട്രോളിയവും കൽക്കരിയും. അത് ഫോസിൽ ഇന്ധനങ്ങളൊക്കെ എന്താണ് തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. ഇവയെ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരേ സംഭവം തന്നെയാണ്. അതിന് ഉദാഹരണമാണ് പെട്രോളിയവും കൽക്കരിയും. അത് ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇനി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണെങ്കിൽ സൗരോർജ്ജം, കാറ്റ്, തിരമാല എന്നിവയൊക്കെ എന്താണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. കാരണം ഇവയൊന്നും ഉപയോഗിച്ചാൽ തീർന്നു പോവില്ല. അപ്പോൾ ഉപയോഗിച്ചാൽ തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ സൗരോർജ്ജം, കാറ്റ്, തിരമാല എന്നിവയൊക്കെ. അപ്പോൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഉദാഹരണങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മിക്ക ചോദ്യ പേപ്പറിലും കാണുന്ന ഇതാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും തരംതിരിക്കാനും ഒറ്റപ്പെട്ടത് കണ്ടെത്താനൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ കുറച്ച് പേപ്പർ കട്ടിംഗ് ഉണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സോളാർ പാനൽ മാറ്റിവെച്ചു. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ബസ് ISRO പുറത്തിറങ്ങി. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതിക്കായി ബഡ്ജറ്റിൽ കൂടുതൽ തുക അനുവദിച്ചു എന്നുള്ളത്. ഇനി ഇവിടെ ബഹിരാകാശ നിലയത്തിലെ സൗരോർജ്ജ പാനലുകളുടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി സൗരോർജ്ജം അല്ലെങ്കിൽ സോളാർ എനർജി. നമ്മൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് സൗരോർജ്ജം അല്ലെങ്കിൽ സോളാർ എനർജി. ഇവിടെ നമ്മൾ സോളാർ എനർജി ഉപയോഗിക്കുന്ന സോളാർ കാൽക്കുലേറ്റർ, സോളാർ തെരുവ് വിളക്ക്, സോളാർ ഹീറ്റർ, സോളാർ കുക്കർ ഇവയുടെയൊക്കെ ഫോട്ടോസ് തന്നിട്ടുണ്ട്. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണെന്ത്? സോളാർ സെല്ല്. സോളാർ സെല്ല് എന്താണ്? സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണെന്ത്? സോളാർ സെല്ല്. ആ സോളാർ സെല്ലിൻ്റെ നിരകളാണെന്ത്? സൗരോർജ്ജ പാനലുകൾ. അപ്പോൾ സൗരോർജ്ജ സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളാർ എന്ന് പറഞ്ഞാലാണ് സോളാർ സെല്ല് എന്ന് പറഞ്ഞാൽ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതാണ് സംവിധാനമാണ് സോളാർ സെല്ല്. അപ്പോൾ ഈ സോളാർ സെല്ലിൻ്റെ നിരകളാണെന്ത്? സൗരോർജ്ജ പാനലുകളെന്ന് അറിയപ്പെടുന്നത്. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘ ചതുരാകൃതിയുള്ള പാളികളാണെന്ത്? സോളാർ പാനലുകൾ അല്ലെങ്കിൽ സൗരോർജ്ജ പാനലുകൾ. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകില്ല എന്നതും മലിനീകരണം ഉണ്ടാക്കുന്നില്ല എന്നതും സൗരോർജ്ജത്തിൻ്റെ മേന്മകളാണ്. സൗരോർജ്ജത്തിൻ്റെ മേന്മകൾ എന്താണ്? എത്ര ഉപയോഗിച്ചാലും തീർന്നു പോവുകയുമില്ല. അടുത്ത മേന്മ എന്താണ്? പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കില്ല. നമ്മൾ സൗരോർജ്ജം തീർന്നു പോകില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയുമ്പോൾ ഇങ്ങനെ പറയാം. പക്ഷേ എത്രയോ കോടി വർഷങ്ങൾക്ക് കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശം നിൽക്കുമെന്ന് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട്. കാരണം അതിനുള്ള കാരണങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ സൂര്യൻ്റെ വെളിച്ചം എന്നും എന്തായാലും നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. പക്ഷെ നമ്മളിവിടെ ഈ കൺസെപ്റ്റിൽ പറയുമ്പോൾ സൗരോർജ്ജം എന്നും ലഭിക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെ പഠിച്ചു പോവാം. അപ്പോൾ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകില്ല, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നുമില്ല. ഇത് രണ്ടുമാണെന്ത്? സൗരോർജ്ജത്തിൻ്റെ മേന്മകളാണ്. സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിളക്കുകൾ, കുക്കറുകൾ, വാട്ടർ ഹീറ്ററുകൾ, കാൽക്കുലേറ്ററുകൾ എന്നിവയൊക്കെ ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സൗരോർജ്ജ ഉപകരണങ്ങളാണ്, സോളാർ ഉപകരണങ്ങളാണ്. നമുക്കറിയാം, നമ്മളെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ള സംഭവങ്ങളാണ്. ഇനി വലിയ കാറ്റാടി പാടത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കാറ്റാടി ഉപയോഗിച്ച് കണ്ട് കാറ്റിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കാം. അപ്പോൾ കാറ്റിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുന്നത് കാറ്റാടി പാടം ഉപയോഗിച്ചാണ്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത് കാറ്റാടി പാടം ഉപയോഗിച്ചുകൊണ്ടാണ്. കാറ്റാടി പാടത്തിൻ്റെ ഫോട്ടോയാണ് ഇവിടെ. വലിയ കാറ്റാടി യന്ത്രങ്ങൾ ചലിക്കുന്നതിലൂടെ എന്ത് ചെയ്യും? കാറ്റിൽ നിന്ന് ഊർജ്ജോൽപാദനം നടക്കും. കാറ്റിൻ്റെ ശക്തി കൊണ്ട് എന്താവും? കാറ്റാടി കറങ്ങും. കാറ്റാടിയുടെ കറക്കം ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ വൈദ്യുതി ഉണ്ടാവും. അപ്പോൾ കാറ്റാടി പാടങ്ങൾ സ്ഥാപിച്ചാൽ എന്ത് ചെയ്യും? കാറ്റിൻ്റെ ശക്തി കൊണ്ട് കാറ്റാടി കറങ്ങും. കാറ്റാടി കറങ്ങുമ്പോൾ എന്ത് ചെയ്യും? ജനറേറ്റർ പ്രവർത്തിക്കും. ഈ ജനറേറ്ററിൽ നിന്ന് എന്ത് ചെയ്യും? വൈദ്യുതി ഉണ്ടാവും. അങ്ങനെയാണ് എന്ത്? കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത്. വിറക് എന്താണ്? ഭാവിയിലേക്ക് കരുതലോടെ എന്നുള്ള ഇതിൽ പറയുന്നത് വിറക് ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. കത്തുമ്പോൾ ഉണ്ടാകുന്ന കരിയും വാതകങ്ങളും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. മാത്രമല്ല വിറകിൻ്റെ അമിതോപയോഗം എന്ത് ചെയ്യും?
വനനശീകരണത്തിനും ഇടയാക്കും. ഇന്ധനങ്ങളുടെ ഉപയോഗം നാൾക്കുനാൾ വർദ്ധിച്ച് വരികയാണ്. കൽക്കരി, പെട്രോളിയം എന്നീ ഇന്ധനങ്ങളുടെ ഉപയോഗം കർശനമായി നിയന്ത്രിക്കുകയും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഊർജ്ജം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ ഭാവിയിലെ ഊർജ്ജ പ്രതിസന്ധി നമുക്ക് മറികടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഊർജ്ജ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ പാഴായി പോകുന്ന ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് എന്താണ്? നമ്മളെ വീട്ടിലെ ബൾബിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ബൾബ് നമ്മൾ എന്ത് ചെയ്യണം? LED ബൾബ് ഉപയോഗിച്ചാൽ നമുക്ക് ഇന്ധനത്തിൻ്റെ പാഴാക്കൽ നമുക്ക് കുറക്കാം. ഇന്ധനത്തിൻ്റെ അല്ലെങ്കിൽ വൈദ്യുത നഷ്ടം നമുക്ക് കുറക്കാം. അതുപോലെ എന്താണ്? നമ്മൾ ഈ വാഹനങ്ങൾ അവനാൻ്റെ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം പൊതു സംവിധാനം ഉപയോഗിച്ചാലും നമുക്ക് ഇന്ധനങ്ങൾ എന്ത് ചെയ്യാം? ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ബേസിക് കാര്യങ്ങളാണ്. ഇവിടെ ബൾബിൻ്റെ ചൂട് കൂടുതലും ആ ഊർജ്ജ നഷ്ടം മനസ്സിലാക്കാനുള്ള പരീക്ഷണമാണ് ഇവിടെ പറയുന്നത്, തെർമോമീറ്റർ വെച്ചിട്ട്. ഫിലമെൻ്റ് ബൾബ് പ്രവർത്തിക്കുന്നത് എന്താണ്? കൂടുതൽ വൈദ്യുതി ആവശ്യമാണ്. ഫിലമെൻ്റ് ബൾബ് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ വൈദ്യുതി ആവശ്യമാണ്. എന്നാൽ അതേ വെളിച്ചം തരുന്ന CFL പ്രവർത്തിക്കുന്നതിന് വളരെ കുറച്ച് വൈദ്യുതി മതി. അതിനാൽ ഊർജ്ജം ലാഭിക്കുന്നതിന് CFL ആണ് നല്ലത്. കൂടുതൽ ഊർജ്ജ ലാഭം ഉണ്ടാക്കുന്നതാണ് എന്ത്? LED ലാമ്പുകൾ. അപ്പോൾ ഇന്നിപ്പോൾ മിക്കയിടത്തും എന്താണ്? LED ലാമ്പുകളാണ്. നമ്മളെ ഫിലമെൻ്റ് ബൾബ് നമ്മളെ ബ്രീഡിങ്, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ബ്രീഡിങ് സൗകര്യത്തിന് മാത്രമേ ഇന്ന് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും CFL ഇല്ല. CFL നിലവിൽ ഇപ്പോൾ നമ്മളെ മാർക്കറ്റിലൊന്നും ലഭ്യമല്ല. LED ബൾബുകളാണ് ഇന്ന് സുലഭമായിട്ട്. അപ്പോൾ നമ്മളെ ഊർജ്ജ നഷ്ടം കുറക്കാനുള്ള ആ ഒരു സംഭവത്തിൽ നമ്മളിന്ന് വിജയത്തിൻ്റെ പാതയിലാണ്. ഇനി ഇതുപോലെ നമുക്ക് വിറകടുപ്പിൻ്റെ പറഞ്ഞ ഇന്ധനക്ഷമതയുള്ള അടുപ്പ്, നമുക്ക് ഇന്ന് പുകയില്ലാത്ത അടുപ്പുകളൊക്കെ ഉണ്ട്. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നമുക്ക് ഒരുപാട് വിറകിൻ്റെ ചിലവ് കുറക്കാൻ കഴിയും. അതുപോലെ ബയോഗ്യാസ് പ്ലാന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രകൃതിവാതകങ്ങളുടെ ഉപയോഗം നമുക്ക് അതുപോലെ വിറകിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഗ്യാസിൻ്റെ ഉപയോഗം കൂട്ടാം. നമുക്ക് പുറത്തുനിന്നുള്ള LPG വാങ്ങിക്കൽ കുറക്കാം. അങ്ങനെ പൊതു ഊർജ്ജ ഉപയോഗം കുറക്കുകയും ചെയ്യാം. ഊർജം പാഴാക്കാതിരിക്കുമ്പോൾ ഊർജ്ജ സ്രോതസ്സുകൾ സംരക്ഷിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഊർജം പാഴാക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഊർജ്ജ സ്രോതസ്സുകൾ നമ്മൾ സംരക്ഷിക്കണം. ഇനി ഊർജ്ജ സംരക്ഷണത്തിന് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ. അത് നമ്മൾ കുട്ടികളാണല്ലോ, 5ാം ക്ലാസ് ലെവലിലെ ചാപ്റ്ററാണ്. അപ്പോൾ അവരോട് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ ഇതിൽ പഠിക്കേണ്ടത് ഇന്ധനങ്ങൾ എന്താണ് എന്നുള്ളതും, പിന്നെ ഖര ഇന്ധനങ്ങൾ, ദ്രാവക ഇന്ധനങ്ങൾ, വാതക ഇന്ധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഏവിയേഷൻ ഫ്യൂവലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചെറിയ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ വീഡിയോയിൽ തന്നെ നമുക്ക് അടുത്ത ചാപ്റ്ററായ 6ാം ക്ലാസ് സയൻസിലെ 2ാമത്തെ ചാപ്റ്ററും കൂടി പഠിക്കാം. അപ്പോൾ നമുക്ക് 6ാം ക്ലാസ് സയൻസിലെ 2ാമത്തെ ചാപ്റ്റർ നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അടുത്തത് നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ് സയൻസിലെ 2ാമത്തെ അധ്യായമായ മാറ്റത്തിൻ്റെ പൊരുൾ എന്നുള്ള ചാപ്റ്ററാണ്. മാറ്റത്തിൻ്റെ പൊരുൾ എന്നുള്ള ഈ അധ്യായമാണ്. ഇതിലും കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തീർക്കാവുന്ന ചെറിയൊരു ചാപ്റ്ററാണ്. കൂടുതൽ പോയിൻറ്റുകളൊന്നും വരുന്നില്ല. 5ലും 6ലും എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ആ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് വരിക. അതുകൊണ്ടാണ് അതിൽ കൂടുതൽ പോയിൻറ്റ്സ് ഒന്നും നമ്മൾ വരാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിത്രം ശ്രദ്ധിക്കൂ. ഹരിതാപമായ കൃഷിഭൂമിയും റോഡും വീടുമൊക്കെ കാണുന്നില്ലേ? അനേകം പേരുടെ പ്രവൃത്തിയുടെ ഫലമല്ലേ ഇതെല്ലാം? എന്തെല്ലാം പ്രവൃത്തികളാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണാനാവുക? ചെറിയ കുട്ടികളാണല്ലോ, 6ാം ക്ലാസ് ലെവലിലെ കുട്ടികളാണ്. അപ്പോൾ അവരോട് ആ ചിത്രം നോക്കിയിട്ട് ഇവിടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതാനാണ്. എല്ലാറ്റിനും ഊർജം എന്നുള്ള ഇവിടെ പറയുന്നതാണ്. പകൽ സമയത്ത് എല്ലാം കാണാൻ നമുക്ക് എന്താണ്? സൂര്യപ്രകാശം നമ്മളെ സഹായിക്കും. പകൽ എല്ലാം കാണുന്നതിന് നമുക്ക് സൂര്യപ്രകാശം നമ്മളെ സഹായിക്കും. പ്രകാശം ഒരു ഊർജ രൂപമാണ്. പ്രകാശം എന്താണ്? ഒരു ഊർജ രൂപമാണ്. പ്രകാശം ഒരു ഊർജ രൂപമാണ്. പകൽ സമയത്ത് നമുക്കറിയാം, സിമ്പിൾ കാര്യമാണ്, നമ്മൾ സൂര്യപ്രകാശം എന്ത് ചെയ്യും? നമ്മളെ കാണാൻ സഹായിക്കും. ഈ രാത്രി സമയത്ത് കാണുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വൈദ്യുതി ഉപയോഗിക്കും. വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശം ഉണ്ടാക്കിയിട്ടാണ് രാത്രി നമ്മൾ കാണുന്നത്. പ്രകാശം എന്താണ്? ഒരു ഊർജ രൂപമാണ്.
ഭക്ഷണം പാകം ചെയ്യാൻ എന്ത് ചെയ്യും? താപം ഉപയോഗിക്കും. ഫാൻ പ്രവർത്തിക്കാൻ വൈദ്യുതോർജ്ജത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ നമ്മൾ താപ ഊർജ്ജത്തെയാണ് ഉപയോഗിക്കുന്നത്. ഫാന് പ്രവർത്തിക്കാനാണെങ്കിലോ നമ്മൾ വൈദ്യുത ഊർജ്ജത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ താഴെ ഒരു കോളം തന്നിട്ടുണ്ട്. സന്ദർഭം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ്. മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നു. ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ് എന്ത് ഇവിടെ ഉപയോഗിക്കുന്നത്. മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജം ഏതാണ്? ഊർജ്ജരൂപം ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജരൂപമാണ്. തുണി ഉണക്കാനാണെങ്കിലോ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജത്തെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ബൾബുകൾ പ്രകാശിപ്പിക്കാൻ എന്താണ്? വൈദ്യുത ഊർജ്ജത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉച്ചഭാഷിണി പ്രവർത്തിപ്പിക്കാനോ അതിനും വൈദ്യുതോർജ്ജത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. താപം, വൈദ്യുതി, പ്രകാശം, ശബ്ദം എന്നിവയെല്ലാം എന്താണ്? വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. അപ്പോൾ വിവിധ ഊർജ്ജ രൂപങ്ങൾ ഏതാണ്? താപം, വൈദ്യുതി, പ്രകാശം, ശബ്ദം എന്നിവയൊക്കെ എന്താണ്? വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. താപം, വൈദ്യുതി, പ്രകാശം, ശബ്ദം എന്നിവയെല്ലാം എന്താണ്? വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഇവിടെ നമ്മളോട് ഓരോ സന്ദർഭം പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവുന്ന ഊർജ്ജ രൂപങ്ങളും നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജ രൂപവും പട്ടികയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടോർച്ച് പ്രകാശിക്കുന്നു. ടോർച്ച് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ എന്താണ്? താപോർജ്ജം ഉണ്ടാവും, പ്രകാശോർജ്ജം ഉണ്ടാവും. അവിടെ നമ്മൾ പ്രകാശോർജ്ജത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെഴുകുതിരി കത്തുമ്പോൾ എന്ത് ചെയ്യും? രാസോർജ്ജം ഉണ്ടാവും, താപോർജ്ജം ഉണ്ടാവും, പ്രകാശോർജ്ജം ഉണ്ടാവും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? പ്രകാശോർജ്ജത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? താപോർജ്ജം ഉണ്ടാവും, പ്രകാശോർജ്ജം ഉണ്ടാവും, രാസോർജ്ജം ഉണ്ടാവും. പ്രകാശോർജ്ജം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജം ഏതാണ്? താപോർജ്ജമാണ്. കാരണം സാധനങ്ങൾ വേകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താപോർജ്ജമാണ് ഉപയോഗിക്കുന്നത് അടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ. വൈദ്യുത ബൾബ് പ്രകാശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം എന്താണ്? താപോർജ്ജം, അതേപോലെ പ്രകാശോർജ്ജമാണ്. നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജം ഏതാണ്? പ്രകാശോർജ്ജമാണ്. താപോർജ്ജം അവിടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. പടക്കം പൊട്ടുമ്പോൾ എന്താണ്? ശബ്ദോർജ്ജം ഉണ്ടാവും, അതുപോലെ പ്രകാശോർജ്ജം ഉണ്ടാവും. ഇവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് എന്താണ്? ശബ്ദോർജ്ജമാണ്. പടക്കം പൊട്ടുമ്പോൾ നമ്മൾ ശബ്ദോർജ്ജമാണ് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സന്ദർഭങ്ങളും ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങളും നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജ രൂപവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കോളം വരച്ച് അതുപോലെ എഴുതുക. ഇനി ചില ഊർജ്ജ രൂപങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഏതെല്ലാം ഊർജ്ജ രൂപങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത്. പൂത്തിരി കത്തുമ്പോൾ എന്ത് ചെയ്യും? താപോർജ്ജം ഉണ്ടാവും. പിന്നെ വേറെ എന്ത് ഊർജ്ജം ഉണ്ടാകുക? പ്രകാശോർജ്ജം ഉണ്ടാവും. പ്രകാശം ഉണ്ടാവില്ലേ? പിന്നെ ശബ്ദോർജ്ജം ഉണ്ടാവും. താപോർജ്ജം ഉണ്ടാവും, പ്രകാശോർജ്ജം ഉണ്ടാവും, ശബ്ദോർജ്ജം ഉണ്ടാവും. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? അവിടെയും ശബ്ദോർജ്ജം ഉണ്ടാവും, താപോർജ്ജം ഉണ്ടാവും, യാന്ത്രികോർജ്ജം ഉണ്ടാവും. ശബ്ദോർജ്ജം ഉണ്ടാവും, താപോർജ്ജം ഉണ്ടാവും, യാന്ത്രികോർജ്ജവും ഉണ്ടാവും. മിക്സി പ്രവർത്തിക്കുമ്പോൾ ശബ്ദോർജ്ജം ഉണ്ടാവും, യാന്ത്രികോർജ്ജം ഉണ്ടാവും, അതുപോലെ വേറെന്ത് ഊർജ്ജമാണ് ഉണ്ടാകുക? മിക്സി പ്രവർത്തിക്കുമ്പോൾ ശബ്ദോർജ്ജം ഉണ്ടാവും, യാന്ത്രികോർജ്ജം ഉണ്ടാവും. അതുപോലെ എന്തുണ്ട്? വൈദ്യുതോർജ്ജമാണ് ഇത് യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നത്. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോഴോ ശബ്ദോർജ്ജം ഉണ്ടാവും, യാന്ത്രികോർജ്ജം ഉണ്ടാവും, പിന്നെ എന്താണ് ഉണ്ടാകുക? ഇലക്ട്രിക് മോട്ടോർ ആകുമ്പോൾ വൈദ്യുതോർജ്ജവും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോന്നും നമ്മളോട് തരംതിരിച്ച് ഇതും നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ നമ്മൾ കണ്ടെത്തിയല്ലോ. ശബ്ദോർജ്ജം, അതുപോലെ എന്താണ്? യാന്ത്രികോർജ്ജം ഉണ്ടാവും, പിന്നെ വൈദ്യുതോർജ്ജവും ഉണ്ടാവും. പക്ഷേ ഇവിടെ മിക്സി പ്രവർത്തിക്കാൻ ഏത് ഊർജ്ജ രൂപമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? വൈദ്യുതോർജ്ജമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. യാന്ത്രികോർജ്ജമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. ഊർജ്ജത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. മിക്സിയും മോട്ടോറൊക്കെ പ്രവർത്തിക്കാൻ വൈദ്യുതോർജ്ജമാണെന്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. മിക്സിയും മോട്ടറൊക്കെ പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതോർജ്ജമാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, കാരണം വൈദ്യുതിക്ക് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് മിക്സിയും മോട്ടറൊക്കെ. ഊർജ്ജം എന്താണ്? ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഊർജ്ജത്തെ നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റം വരുത്താൻ കഴിയും. ഇനി യാന്ത്രികോർജ്ജം, രാസോർജ്ജം എന്നിവയൊക്കെ നോക്കാം. അപ്പോൾ യാന്ത്രികോർജ്ജം എന്താണ്? വൈദ്യുതോർജ്ജമോ അല്ലെങ്കിൽ
ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ അല്ലെങ്കിൽ എൻജിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. വൈദ്യുതോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ എൻജിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി എന്ത് ചെയ്യും, യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകും. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയാണ് യാന്ത്രികോർജ്ജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ യാന്ത്രികോർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതോർജ്ജമോ അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ കാരണം എന്ത് ചെയ്യും, എൻജിനുകൾ പ്രവർത്തിക്കുന്നത് വഴി യന്ത്രഭാഗങ്ങൾ ചലിക്കും. ഈ യന്ത്രഭാഗങ്ങളുടെ ചലനം അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിലൂടെ എന്താണ്, യാന്ത്രികോർജ്ജം ഉണ്ടാവും. ഈ യാന്ത്രികോർജ്ജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത്. ഇനി രാസോർജ്ജമാണെങ്കിലോ, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണെന്ത്, രാസോർജ്ജം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണെന്ത്, രാസോർജ്ജം. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ എന്ത് ചെയ്യുന്നു, രാസോർജ്ജമാക്കി മാറ്റും. പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്നത് എന്താണ്, പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ എന്ത് ചെയ്യും, സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റും. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജ്ജം. പ്രകാശ സംശ്ലേഷണം വഴി എന്ത് ചെയ്യും, സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റും. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജ്ജം എന്ത് ചെയ്യും, ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തും. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജ്ജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തും. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ്. അപ്പോൾ നമുക്ക് വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് എന്താണ്, സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ് വിറക് കത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്, രാസോർജ്ജം ഉണ്ട്. വസ്തുക്കളിൽ അടങ്ങിയ ഊർജ്ജമാണ് രാസോർജ്ജം. എല്ലാ വസ്തുക്കളിലും രാസോർജ്ജം ഉണ്ട്. അപ്പോൾ യാന്ത്രികോർജ്ജം എന്താണെന്നും രാസോർജ്ജം എന്താണെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെയൊക്കെ നമുക്ക് സൂര്യന് അതേപോലെ ഫോസിൽ ഇന്ധനം ഇതിൻ്റെയൊക്കെ ഒരു ചാർട്ട് കൊടുത്തിട്ടാണ് അത് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സന്ദർഭം അതുപോലെ സംഭവിക്കുന്ന ഊർജ്ജ മാറ്റങ്ങൾ നമ്മളോട് അടയാളപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ബൾബ് പ്രകാശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വൈദ്യുതോർജ്ജം പ്രകാശവും താപോർജ്ജമായിട്ട് മാറും. വൈദ്യുതോർജ്ജം എന്താണ്, പ്രകാശം താപവുമായിട്ട് മാറും ബൾബ് കത്തിക്കുമ്പോൾ. ഈ ഊർജ്ജമാറ്റം നമുക്ക് 10ാം ക്ലാസ്സിൽ ഇനി നമ്മൾ 5ഉം 6ഉം ചാപ്റ്റർ പഠിക്കാണ്ട് അതിൽ വിശദമായിട്ട് വരുന്നുണ്ട്. അതാണ് ഞാനിവിടെ ഓടിച്ച് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അവിടെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ബൾബ് പ്രകാശിക്കുമ്പോൾ വൈദ്യുതോർജ്ജം പ്രകാശം താപം ആയി മാറും. വെള്ളം എടുക്കുന്നതിനായി മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ എന്താണ്, വൈദ്യുതോർജ്ജം എന്താവും, ശബ്ദവും അതുപോലെ എന്തും യാന്ത്രികോർജ്ജവുമായി മാറും. ശബ്ദം അതുപോലെ യാന്ത്രികോർജ്ജം. തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ എന്താണ്, തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ രാസോർജ്ജം എന്താവും, താപോർജ്ജവും പ്രകാശോർജ്ജവും ആയി മാറും. മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം എന്താവും, യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവും ആയി മാറും. നമുക്കറിയാം മിക്സി പ്രവർത്തിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവും. മിക്സിങ്ങനെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, യന്ത്രം പ്രവർത്തിക്കലാണ്. റേഡിയോയിൽ വാർത്ത കേൾക്കുമ്പോൾ വൈദ്യുതോർജ്ജം എന്താവും, ശബ്ദോർജ്ജവും യാന്ത്രികോർജ്ജവുമായി മാറും. റേഡിയോ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അത് ശബ്ദോർജ്ജവും വരും, അതുപോലെ അത് യാന്ത്രികോർജ്ജമാണ്. റേഡിയോ പ്രവർത്തിക്കാൻ നമ്മൾ കൊടുക്കുന്നത് വൈദ്യുതോർജ്ജമാണ്. ഇനി ഇതുപോലെ നമ്മളോട് ഓരോ ഇന്ധനം കത്തുമ്പോൾ രാസോർജ്ജം, ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ എന്താണ് യാന്ത്രികോർജ്ജം, അതേപോലെ അതിൻ്റെ ഒരു ചാർട്ടാക്കി വരക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഫാൻ കറങ്ങുന്നു, മിക്സി പ്രവർത്തിക്കുന്നു, ബൾബ് കത്തുന്നു, നമ്മളിപ്പോൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ ചാർട്ടാക്കി വരക്കാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടെ ഒന്നും നോട്ട് ചെയ്യേണ്ട പോയിന്റുകളില്ല. ഇവിടെ ഐസിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഐസ് ഉരുകുമ്പോൾ ഐസ് എന്ത് ചെയ്യും, താപോർജ്ജം സ്വീകരിച്ച് ദ്രാവകാവസ്ഥയിലുള്ള ജലമായി മാറും. ഐസ് എന്ത് ചെയ്യും, താപോർജ്ജം സ്വീകരിച്ചുകൊണ്ട് ദ്രാവകാവസ്ഥയിലുള്ള ജലമായി മാറും. ഈ ജലം വീണ്ടും താപോർജ്ജം സ്വീകരിച്ച് എന്ത് ചെയ്യും, വാതകാവസ്ഥയിലുള്ള നീരാവിയായി മാറും. നീരാവി എന്ത് ചെയ്യും, നീരാവി താപോർജ്ജം നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ജലമായിട്ടും വീണ്ടും താപോർജ്ജം നഷ്ടപ്പെട്ടാൽ ഐസായും മാറുകയാണ് ചെയ്യുന്നത്. ഐസ് താപോർജ്ജം സ്വീകരിച്ച് ദ്രാവകമായ ജലമാകും. ജലം താപം സ്വീകരിച്ച് എന്ത് ചെയ്യും, വാതകോർജ്ജമായ നീരാവിയാവും. ജലം എന്ത് ചെയ്യും, താപം സ്വീകരിച്ചുകൊണ്ട് നീരാവിയായി മാറും. ഈ നീരാവി എന്ത് ചെയ്യും, താപം നഷ്ടപ്പെട്ടാൽ അത് ജലമാകും. ആ ജലം വീണ്ടും താപം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും, അത് ഐസായിട്ട് മാറും.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ അവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്. ഈ അവസ്ഥാ മാറ്റത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. അവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും അവസ്ഥാ മാറ്റത്തിന് വിധേയമാവും. നമ്മളിപ്പോൾ ഐസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഐസ് എന്ത് ചെയ്തു? താപം സ്വീകരിച്ചപ്പോൾ അത് ദ്രാവകമായി, വീണ്ടും താപം സ്വീകരിച്ചപ്പോൾ ജലം നീരാവിയായി, പിന്നീട് നീരാവി താപം നഷ്ടപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? ജലമായി, ജലം വീണ്ടും താപം നഷ്ടപ്പെട്ടപ്പോൾ എന്തായി? അത് ഐസായി മാറി. അപ്പോൾ വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തു വിടുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അവസ്ഥാ മാറ്റത്തിന് വിധേയമാവുന്നുണ്ട്. താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറും. ഊർജം പുറത്തുവിട്ട് എന്ത് ചെയ്യും? വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറും. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്. ആ ഐസിൻ്റെ കൺസെപ്റ്റ് വെച്ച് നോക്കിയാൽ നമുക്കത് സിമ്പിളായിട്ട് മനസ്സിലാവും. ആദ്യം എന്ത് ചെയ്യും? താപം സ്വീകരിച്ചുകൊണ്ട് എന്താവും? ഖരത്തിൽ നിന്ന് ദ്രാവകമാകും, വീണ്ടും താപം സ്വീകരിച്ചുകൊണ്ട് ദ്രാവകത്തിൽ നിന്നത് വാതകമാവും, പിന്നെ വാതകം എന്ത് ചെയ്യും? താപം നഷ്ടപ്പെട്ട് വീണ്ടും അത് ദ്രാവകാവസ്ഥയിലാകും, വീണ്ടും ദ്രാവകം താപം നഷ്ടപ്പെട്ട് അത് ഖരാവസ്ഥയിൽ ആവും. ഈ ഒരു പ്രതിഭാസമാണെന്ത്? അവസ്ഥാ മാറ്റം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒന്നും പറയുന്നില്ല. ഇനി ഇവിടെ ഇപ്പോൾ അവസ്ഥാ മാറ്റത്തിൻ്റെ ചാർട്ടാണ് ഇത്. നമ്മൾ വരച്ച് എഴുതാനാണ്. ഐസ് കട്ട എന്ത് ചെയ്യും? താപം സ്വീകരിക്കുന്നു, ജലമാകുന്നു. ജലം എന്ത് ചെയ്യും? താപം സ്വീകരിക്കുന്നു, നീരാവിയാകുന്നു. നീരാവി താപം പുറത്തുവിട്ട് എന്താവുന്നു? ജലമാകുന്നു. ഈ ജലം വീണ്ടും താപം പുറത്തുവിട്ട് ഐസ് കട്ടയാവുന്നു. നമ്മൾ പഠിച്ച ആ അവസ്ഥാ മാറ്റത്തിൻ്റെ അതേ കാര്യം തന്നെ എന്താണ്? ഒരു ചാർട്ടാക്കി വരക്കാൻ തന്നിരിക്കുകയാണ്, ഡയഗ്രാമാക്കാൻ. ഇവിടെ ഇനി ഐസ് പാവ നിർമ്മിക്കാൻ പറയണം. നമുക്കിപ്പോൾ ഐസ് പാവ നിർമ്മിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല ഐസ് പാവ. ഇനി ഇവിടെ താഴെ കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. അവസ്ഥയിലോ രൂപത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങളും തന്നിട്ടുണ്ട്. ഉറച്ച നെയ്യ് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? ഉരുകുന്നു. പച്ചക്കറി മുറിക്കുമ്പോൾ എന്ത് ചെയ്യും? ചെറിയ കഷ്ണങ്ങളാവും. PVC പൈപ്പ് ചൂടാക്കുമ്പോൾ വികസിക്കും. മെഴുക് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? ഉരുകുന്നു. പേപ്പർ കീറുമ്പോൾ ചെറിയ കഷ്ണങ്ങളാകും. കുപ്പി പൊട്ടുമ്പോൾ എന്ത് ചെയ്യും? ചെറിയ കഷ്ണങ്ങളാകും. അരക്ക് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? ഉരുകും. പേപ്പർ ചുരുട്ടുമ്പോൾ എന്ത് ചെയ്യും? ആകൃതി മാറും. നമുക്ക് കുറച്ച് ബേസിക് സന്ദർഭങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവസ്ഥയിലും രൂപത്തിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, ഇത് എന്തൊക്കെയാവും എന്നുള്ളത് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്, നമ്മളത് നിത്യജീവിതത്തിൽ കാണുന്നതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭൗതിക മാറ്റത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏത് സന്ദർഭത്തിലാണെങ്കിലും എന്ത് ചെയ്യണം? അതിൻ്റെ അവസ്ഥയിൽ മാറും എന്നല്ലാതെ അവിടെ നമുക്കൊരു ഉണ്ടാകുന്നില്ല, പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നില്ല. അപ്പോൾ നെയ്യ് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ഉരുകും എന്നല്ലാതെ വേറൊരു പദാർത്ഥം അവിടെ ഉണ്ടാകുന്നില്ല. പച്ചക്കറി മുറിക്കുമ്പോൾ അത് ചെറിയ കഷ്ണമാവും എന്നല്ലാതെ വേറൊരു പച്ചക്കറി അല്ലെങ്കിൽ വേറൊരു പദാർത്ഥം ഉണ്ടാവില്ല. നമ്മൾ PVC പൈപ്പ് ചൂടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അത് വികസിക്കും എന്നല്ലാതെ വേറൊരു വേറൊരു പദാർത്ഥം അവിടെ ഉണ്ടാകുന്നില്ല. ഈ നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. വേറെ ഒരു എക്സ്ട്രാ പദാർത്ഥം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. പുതിയതായി പദാർത്ഥങ്ങൾ ഉണ്ടാകാതെ വലിപ്പം, അവസ്ഥ, ആകൃതി ഇവയൊക്കെ മാറുന്നതിനെയാണ് നമ്മൾ ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. ഭൗതിക മാറ്റത്തിൽ നമുക്ക് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവില്ല. ഇനി അതാണ് പറയുന്നത് ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച്. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഡെഫിനിഷൻ: അവസ്ഥ, ആകൃതി, വലുപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണെന്ത്? ഭൗതിക മാറ്റങ്ങൾ. അവസ്ഥ, ആകൃതി, വലുപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റങ്ങൾ. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഒക്കെ എല്ലാം എന്താണ്? ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല. നമ്മൾ പറഞ്ഞതാണ്, ഭൗതിക മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരിക്കലും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവില്ല. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണെന്ത്? ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഒക്കെ ഭൗതിക മാറ്റമാണ്. വികസിക്കുന്നതാകട്ടെ, ഉരുകുന്നതോ പൊട്ടുന്നതോ കീറുന്നതോ ഒക്കെ എന്താണ്? ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം എന്താണ്? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല. അവസ്ഥ, ആകൃതി, വലുപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം.
അപ്പോൾ ആ കൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി സ്ഥിരമായ മാറ്റം എന്ന് പറഞ്ഞാൽ അതെന്താണ്? രാസമാറ്റമാണ്. സ്ഥിരമായ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? രാസമാറ്റമാണ്. രാസമാറ്റം എപ്പോഴും സ്ഥിരമായ മാറ്റമായിരിക്കും. അതാണ് ഇനി ഇവിടെ പറയാനുള്ളത്. സ്ഥിരമായ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? രാസമാറ്റമാണ്, കെമിക്കൽ ചേഞ്ച്. ഭൗതിക മാറ്റം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ചേഞ്ച്. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ. രാസമാറ്റം സ്ഥിരമാണ്. ഭൗതിക മാറ്റങ്ങളിൽ നമ്മൾ പറഞ്ഞു പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല. എന്നാൽ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യും? ഊർജം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പുറത്തുവിടുകയോ ചെയ്തുകൊണ്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവും. ഇതാണെന്ത്? രാസമാറ്റങ്ങൾ. രാസമാറ്റം എന്താണ്? സ്ഥിരമായ മാറ്റമാണ്. രാസമാറ്റം സ്ഥിരമായ മാറ്റമാണ്. ഇപ്പോൾ എന്താണ് രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പുറത്തുവിടുകയോ, ഒന്നല്ലെങ്കിൽ ഊർജ്ജത്തെ സ്വീകരിക്കും അല്ലെങ്കിൽ പുറത്തുവിടുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ചെയ്തുകൊണ്ട് പുതിയ പദാർത്ഥങ്ങളായി മാറും. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഊർജ്ജത്തെ പുറത്തുവിടും അല്ലെങ്കിൽ ഊർജ്ജത്തെ സ്വീകരിച്ചുകൊണ്ട് പദാർത്ഥങ്ങൾ പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറും. ഇതാണെന്ത്? രാസമാറ്റം. രാസമാറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാസമാറ്റം സ്ഥിരമായ മാറ്റമാണെന്ത്? രാസമാറ്റം. ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവില്ല. അവിടെ അവസ്ഥ, ആകൃതി എന്നിവയിലൊക്കെ വരുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം. അത് പുതിയ പദാർത്ഥങ്ങൾ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ രാസമാറ്റം, ഭൗതിക മാറ്റം, ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി രാസമാറ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. രാസമാറ്റങ്ങൾക്കുള്ള ഉദാഹരണമാണ് ചോറ് അല്പനേരം നന്നായി ചവക്കുമ്പോൾ എന്ത് ചെയ്യും? മധുരം അനുഭവപ്പെടും. അത് രാസമാറ്റത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, ചോറ് അല്പനേരം നന്നായി ചവക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നത് എന്ത് മാറ്റമാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? രാസമാറ്റമാണ്. കാരണം എന്താണ്? ചോറ് നന്നായി ചവക്കുമ്പോൾ ചോറ് എന്ന പദാർത്ഥം എന്താവും? പുതിയ പദാർത്ഥമായിട്ട് മാറും, അന്നജമായിട്ട് മാറും. അതുകൊണ്ടാണ് എന്ത്? മധുരം അനുഭവപ്പെടുന്നത്. എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മാറുന്നു. എക്സ്റേ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഫിലിമിൻ്റെ നിറം മാറും. വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങും. ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കും. അപ്പോൾ രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ചോറ് അല്പം നന്നായി ചവക്കുമ്പോൾ എന്ത് ചെയ്യും? മധുരം അനുഭവപ്പെടും, ഒന്നാമത്തേത്. എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മാറും, രണ്ടാമത്തേത്. വസ്ത്രങ്ങൾ വെയിലേൽക്കുമ്പോൾ നിറം മങ്ങും. ഇരുമ്പ് കമ്പികൾ എന്ത് ചെയ്യും? തുരുമ്പെടുക്കും. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നമുക്കറിയാം, കടയിലൊക്കെ വെയിലത്ത് കൂടുതൽ ഡ്രസ്സുകൾ ഡിസ്പ്ലേ ഇട്ടാൽ കടയിൽ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാം, അവിടെ എന്താണ്? ആ ഷർട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ ഇടുന്ന ഡ്രസ്സിൻ്റെ കളറ് മങ്ങും. അപ്പോൾ അതെന്താണ്? രാസമാറ്റമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായി കണക്ട് ചെയ്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും മറക്കില്ല. അതുപോലെ വീട്ടിലെ ഇരുമ്പ് കമ്പികളൊക്കെ തുരുമ്പെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യമാണ്. അതെന്താണ്? രാസമാറ്റമാണ്. രാസമാറ്റത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. പിന്നെ ചോറ് നമ്മളൊക്കെ ചവച്ചരക്കുന്നതാണ്. നമ്മൾ ചോറ് കൂടുതൽ ചവച്ചരച്ചാൽ അതിൽ മധുരം അനുഭവപ്പെടും. അതും രാസമാറ്റത്തിന് ഉദാഹരണമാണ്. പിന്നെ എക്സ്റേ നമുക്കറിയാം, നമ്മളെടുക്കുന്നത് എക്സ്റേ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലാർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മൾ എക്സ്റേ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എക്സ്റേ എടുക്കുമ്പോൾ ആ എക്സ്റേ ഫിലിമിൻ്റെ നിറം എന്താവും? അത് മാറുന്നു കണ്ടിട്ടുണ്ടാവും. അതും രാസമാറ്റത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് രാസമാറ്റത്തിനുള്ള ഉദാഹരണങ്ങൾ. ഇത്രയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നിത്യജീവിതത്തിൽ ധാരാളം രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഒരു ദിവസം അടുക്കളയിൽ നടക്കുന്ന എത്ര രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളും നിങ്ങൾ പട്ടികപ്പെടുത്താൻ കഴിയുമെന്നൊക്കെ നമ്മളോട് ജസ്റ്റ് ചോദിച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ നമ്മൾ 2 ചാപ്റ്ററാണ് പഠിച്ചത്. രണ്ടും 5ാം ക്ലാസ് 6ാം ക്ലാസ് ലെവൽ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് കൂടുതൽ പോയിൻറ്റുകളില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ 2 ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമ്മളതൊന്ന് ഓടിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി ഈ യാന്ത്രികോർജ്ജം, നമ്മളെ ഊർജ്ജ പരിവർത്തനത്തിൻ്റെ വിശദമായിട്ടുള്ളത് നമുക്കിനി വരാൻ പോകുന്ന വീഡിയോയിലുണ്ട്. വരാൻ പോകുന്ന 10ാം ക്ലാസ്സിലേക്ക് ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കാണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ നിന്ന് ഓടിച്ച് വിട്ടത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.